ഡൽഹി സർവകലാശാലയിൽ CAA-ക്കെതിരെ SFIയുടെ പ്രതിഷേധം വീണ്ടും. വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഇന്നലെ വലിയ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ SFI ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഡൽഹി സർവകലാശാലയിലെ SFI പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സമുദായത്തിനെ പ്രീണിപ്പെടുത്തി ഹിന്ദു വോട്ട് ബാങ്കിലൂടെ ലോക്സഭാ ഇലക്ഷൻ അട്ടിമറിക്കാനാണ് ഇതിന്റെ ശ്രമം. ഓരോ ഇന്ത്യൻ പൗരനും തന്റെ അവകാശം മനസ്സിലാക്കി റോഡുകളിൽ ഇറങ്ങി ഇതിനെതിരെ പ്രതികരിക്കുന്നതാണ്. ഇതിലൂടെ ഒരു കാരണവശാലും ഇന്ത്യയിലെ ജനത രണ്ടായോ മൂന്നായോ തിരിയുന്നതല്ല. ഈ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന അവകാശം എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. അതൊരു നിയമം കൊണ്ടോ ഒരു മോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ ആര് മാറ്റാൻ കഴിയുന്നതല്ല. ഇൻകുലാബ് സിന്ദാബാദ്. നാളെയും ഈ പോരാട്ടം തുടരും. സ്മിത, എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. SFI പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. സർവകലാശാലയ്ക്ക് പുറത്ത് ഇന്നലെ പ്രതിഷേധമുണ്ടായ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 ബസ്സുകളിലെ ഇപ്പോൾ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് SFI അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലത്തിന് വ്യത്യസ്തമായി ഇന്ന് പോലീസ് ക്യാമ്പസിനകത്ത് കയറിയിട്ടില്ല. വിദ്യാർത്ഥികൾ മാർച്ചുമായി ഈ ഗേറ്റിന്, അതായത് ഡൽഹി സർവകലാശാല 4-ാം നമ്പർ ഗേറ്റിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ച ഉടൻ തന്നെ പോലീസ് നടപടി ആരംഭിക്കുകയായിരുന്നു. നിലവിലിപ്പോൾ ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്ത് വരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് SFI അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. Through your news channels, we want to show this to the country that they are not letting us. ഇത്തരത്തിൽ ക്യാമ്പസിന് പുറത്ത് വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഡൽഹി സർവകലാശാലയിലും അതോടൊപ്പം തന്നെ അംബേദ്കർ സർവകലാശാലയിലും ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആഹ്വാനം ചെയ്തിരുന്നു. എന്തായാലും ക്യാമ്പസുകളിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം പൗരത്വ നിയമത്തിനെതിരെ രൂപപ്പെടുകയാണ്. ഇന്നലെ MSF ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഇതേ സ്ഥലത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. പോലീസ് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇന്നലെ ക്യാമ്പസിന് അകത്ത് പോലീസ് കയറിയെങ്കിലും ഇന്നിപ്പോൾ ക്യാമ്പസിന് പുറത്ത് തന്നെ പോലീസ് നിലയുറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വിദ്യാർത്ഥികൾ ഓരോരുത്തരായി ഇവിടെ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് SFI പ്രവർത്തകരടക്കം ഇപ്പോൾ ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് പുറത്ത് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഈ ക്യാമ്പസിന് പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ വെച്ചായിരുന്നു പോലീസ് പ്രവർത്തകരെ കൊണ്ടുപോയത്. ക്യാമ്പസിലെ സെക്യൂരിറ്റിക്കാരടക്കം വിദ്യാർത്ഥികളെ ക്യാമ്പസിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ പ്രവർത്തകർ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിച്ചത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ക്യാമ്പസുകളിൽ ഉയർന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് SFI ഇന്ന് ഡൽഹി സർവകലാശാലയിൽ SFI പ്രവർത്തകർ ഇന്ന് പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്തത്. അംബേദ്കർ സർവകലാശാല അത്തരത്തിൽ വിവിധ ക്യാമ്പസുകളിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം രൂപപ്പെടുകയാണ്. ക്രിസ്റ്റീന. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്നും ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായി. SFIയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രതിഷേധം. പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു.